നമ്മൾ ഇതാ ബീജിങ് എത്താൻ ഇനി 200 കിലോമീറ്റർ ഉണ്ട്. വലിയൊരു ചുരത്തിലൂട്ടി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ. ഞാൻ നെട്ടിപ്പോയി, ചൈനയിൽ ചുരമുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഫുള്ളും വലിയ ചുരമാണ് ഈ കാണുന്നത്. ഇതുണ്ട് ഇങ്ങനെ വളഞ്ഞിട്ട് പോകുന്നത്. വണ്ടി പോകുന്ന അറിയുന്നേ ഇല്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു 4th ഗിയറും 5th ഗിയറും അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകും. ഇതാ നല്ല വലിയ കുത്തനുള്ള ഇറക്കാം കേട്ടോ. ശരിക്കും ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നേ ഇല്ല, ഇതിങ്ങനെ പായുന്ന. വെറുതേലും ഈ ബ്രേക്ക് ഇങ്ങനെ കൊടുത്ത് ഒപ്പിച്ചെടുക്കുന്ന. ആക്സിലേറ്റർ കൊടുക്കാണ്ട് തന്നെ പറക്കുന്ന വണ്ടി. അപ്പം വലിയൊരു ചുരം നമ്മൾ ഇറങ്ങുന്നത്. രാത്രി ആയതുകൊണ്ട് ഇത് മര്യാദയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇതാ പോന്ന്. മോനെ നിക്കടാ. എന്തൊരു പോക്കായി പോന്നെ. ഇങ്ങനെയുണ്ടോ വണ്ടി? താഴെ ഇതാ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ കാണുന്നുണ്ടാ. ഇവിടുത്തെ വീടുകൾ താഴ്വാരങ്ങളാണ് താഴെ കാണുന്നത്. ക്ഷണക്കൊന്നത് ഇങ്ങനെ ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട് കാണിക്കുന്നത്. വളഞ്ഞിട്ടുള്ള. ഓ യെസ്, വലിയൊരു ചുരമാണ് കേട്ടോ. മാപ്പ് ഇപ്പം ഞാൻ നോക്കിയേ. ഇതങ്ങനെ ഇങ്ങോട്ടേക്ക് വണ്ടി അവർ കയറി വരണം, കാരണം കാറ്റല്ലേ. നമ്മളിങ്ങനെ ഈ താമരശ്ശേരി ചുരമെല്ലാം ഇറങ്ങി പോകുന്നൊരു ഫീല് നോക്ക്. ഞാൻ ഫുള്ള് ബ്രേക്കിൽ കാല് വെച്ചിട്ടും വണ്ടി പോകുന്ന നോക്ക്. എൻ്റെ മോനെ, ചൈനക്കാർ ഗ്രേറ്റ് വാൾ ഉണ്ടാക്കിയ ചൈനക്കാ ഇനിയിപ്പോൾ ഈ പറയുന്ന ചൊര ഉണ്ടായിക്കൂടാത്ത. അതും പൊളഞ്ഞ ഏറ്റവും നാരോ എന്നറിയാം. ഭയങ്കര നാരോ ആണ്. അല്ലോ, ആടെ ഒരു വ്യൂ പോയിൻ്റെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. നമ്മൾ അമീറാത്ത് ചുരം ഉണ്ടല്ലോ നമ്മളെ ഒമാനിലെ, അതെല്ലാം പെട്ടെന്ന് തോന്നിപ്പോയി ഈ ചുരത്തിൻ്റെ പോക്ക് കണ്ടപ്പോൾ. ഇതിങ്ങനെ ഒരു 13 കിലോമീറ്റർ ഇങ്ങനെ ഈ ചുരം മാത്രമുണ്ട്. പറന്നു പോന്ന വണ്ടി. ശരി, എന്തൊരു പോക്ക പോകുന്ന.